നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് സ്പോർട് റിപ്പോർട്ടറിലേക്ക് സ്വാഗതം. 23 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ വലിയ പ്രതീക്ഷയോടുകൂടി അവരുടെ ഭാവി മുന്നിൽ കണ്ട് എഴുതിയ നീറ്റ് പരീക്ഷയിൽ ഇത്തവണ വലിയ ആരോപണങ്ങളും വിവാദങ്ങളുമൊക്കെയാണ് ഉയരുന്നത്. നീറ്റ് പരീക്ഷയിൽ ഉയർന്ന ആരോപണങ്ങളൊക്കെ പരിശോധിക്കാൻ ഒരു സമിതിയെ ഒടുവിൽ തീരുമാനിച്ചിട്ടുണ്ട്. മുൻ UPSC ചെയർമാനാണ് ഈ ഒരു സമിതിയുടെ അധ്യക്ഷൻ. പക്ഷേ സമിതി അംഗങ്ങളുടെ പേര് പുറത്തു പറയാൻ ഇതുവരെ NTA തയ്യാറായിട്ടുമില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. ചോദ്യപേപ്പർ ചോർന്നു എന്ന ആരോപണം NTA തള്ളുകയും ചെയ്യുന്നുണ്ട്. അതേസമയം 67 പേർക്ക് ഒന്നാം റാങ്ക് ലഭിക്കുന്നു, 720 മാർക്കും ലഭിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എല്ലാം കാണുന്നുമുണ്ട്. സ്പോർട് റിപ്പോർട്ടറിലേക്ക് സ്വാഗതം. വളരെ വിശദമായി തന്നെ ഈ വിഷയമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ദുഷ്കരമായ പരീക്ഷകളിൽ ഒന്ന് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നീറ്റ്. ഇക്കുറി പരീക്ഷ എഴുതിയത് 24 ലക്ഷത്തിനടുത്ത് വിദ്യാർത്ഥികൾ. ആകെ ലഭ്യമായ സീറ്റുകൾ 1 ലക്ഷത്തോളം. അതായത് ഒരു MBBS സീറ്റിനായി 24 പേർ മത്സരിക്കുന്നു. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ ഇത്തവണ മുഴുവൻ മാർക്കും നേടിയത് 67 പേർ. റാങ്ക് നേടിയവരിൽ 7 പേർ ഒരൊറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശീലനം നേടിയവർ. നീറ്റ് പരീക്ഷകളുടെ ചരിത്രത്തിൽ തന്നെ അസാധാരണ സാഹചര്യം. കഴിഞ്ഞ വട്ടം വെറും 2 പേർക്കാണ് മുഴുവൻ മാർക്കും കിട്ടിയത് എന്ന് കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് പരീക്ഷാഫലത്തിലെ അസ്വാഭാവികത മനസ്സിലാവുക. നീറ്റ് പരീക്ഷയിൽ ആകെ 180 ചോദ്യങ്ങൾ, അതിനുത്തരം എഴുതാൻ 180 മിനിറ്റ്. ഓരോ ശരിയുത്തരത്തിനും 4 മാർക്ക്. അങ്ങനെ പരമാവധി കിട്ടാവുന്ന മാർക്ക് 720. ഓരോ തെറ്റുത്തരത്തിനും 1 മാർക്ക് വീതം കുറയും. അതായത് ഒരു ഉത്തരം തെറ്റിയാൽ ആ ചോദ്യത്തിന്റെ 4 മാർക്കും കിട്ടില്ല, ഒരു നെഗറ്റീവ് മാർക്ക് കൂടെ കൂടുകയും ചെയ്യും. 179 ശരിയുത്തരവും 1 തെറ്റുത്തരവും ചേർന്നാൽ പരീക്ഷ എഴുതിയ കുട്ടിക്ക് കിട്ടുക 715 മാർക്ക്. ആ ചോദ്യം ഒഴിച്ചിട്ടിരുന്നെങ്കിൽ കിട്ടുക 716 മാർക്ക്. 716നും 720നും ഇടയിലുള്ള സ്കോർ ഒരാൾക്കും കിട്ടില്ല. പക്ഷെ ഇത്തവണ ഇത് സംഭവിച്ചു. 718ഉം 719ഉം ഒക്കെ മാർക്ക് കിട്ടിയവരുണ്ട് റാങ്ക് ലിസ്റ്റിൽ. ഇതെങ്ങനെ കിട്ടി എന്നതാണ് ചോദ്യം. തെറ്റായ ചോദ്യോത്തരങ്ങൾക്കുള്ള കോമ്പൻസേഷൻ മാർക്ക് മുതൽ പരീക്ഷാ നടത്തിപ്പിലെ സമയക്രമീകരണത്തിലെ പാളിച്ചകൾക്ക് നടത്തിയ പരിഹാരക്രിയ വരെ നീളുന്നു NTA വിശദീകരണം. ആദ്യം ആൻസർ കീ പ്രശ്നത്തിലേക്ക് വരാം. ആറ്റങ്ങളെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ് ഇവിടുത്തെ കുഴപ്പക്കാരൻ. 2 പ്രസ്താവനകൾ നൽകി അതിൽ ഏതൊക്കെ ശരിയെന്ന് തിരഞ്ഞെടുക്കാനായിരുന്നു നിർദ്ദേശം. ആദ്യ പ്രസ്താവന: ആറ്റംസ് ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആസ് ദേ കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ്. രണ്ടാം പ്രസ്താവന: ആറ്റംസ് ഓഫ് ഈച്ച് എലിമെന്റ് ആർ സ്റ്റേബിൾ ആൻഡ് എമിറ്റ് their characteristic spectrum. 4 ഓപ്ഷനുകളാണ് ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്നത്. ഓപ്ഷൻ A ഒന്നാം പ്രസ്താവന ശരി, രണ്ടാം പ്രസ്താവന തെറ്റ്. ഓപ്ഷൻ B ഒന്നാം പ്രസ്താവന തെറ്റ്, രണ്ടാം പ്രസ്താവന ശരി. ഓപ്ഷൻ C 2 പ്രസ്താവനകളും ശരി. ഓപ്ഷൻ D 2 പ്രസ്താവനകളും തെറ്റ്. ആദ്യത്തെ പ്രസ്താവന ശരിയും രണ്ടാം പ്രസ്താവന തെറ്റുമാണ്. അതാണ് ശരിയുത്തരം. പക്ഷേ NCERT പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഇതേ ചോദ്യത്തിന് 2 പ്രസ്താവനകളും ശരി എന്ന് ഉത്തരം നൽകിയിട്ടുണ്ട്. പിഴവ് ടെക്സ്റ്റ് ബുക്കിന്റേതായിരുന്നു. പക്ഷേ NTA ഈ ഉത്തരം എഴുതിയവർക്കും മാർക്ക് നൽകാൻ തീരുമാനിച്ചു. ഫുൾ മാർക്ക് കിട്ടിയ 67 പേരിൽ 44 പേർക്ക് ഇത്തരത്തിൽ അധിക മാർക്ക് നൽകിയിട്ടുണ്ട്. മറ്റൊരു മാർക്ക് ദാനം കൂടി ഇത്തവണ നടന്നു. ചില പരീക്ഷാ കേന്ദ്രങ്ങളിൽ ചോദ്യപേപ്പറും OMR ഷീറ്റും നൽകാൻ താമസമുണ്ടായി. സമയം നഷ്ടപ്പെട്ടു എന്ന പരാതിയുമായി സമീപിച്ച വിദ്യാർത്ഥികൾക്കും NTA മാർക്ക് ദാനം ചെയ്തു. 30 മിനിറ്റ് വൈകി ചോദ്യപേപ്പർ കിട്ടിയയിടത്ത് 60 മാർക്ക് വരെ നോർമലൈസേഷൻ എന്ന പേരിൽ ഇങ്ങനെ ദാനം നൽകി എന്നാണ് വിശദീകരണം. ഹരിയാനയിലെ ഫരീദാബാദിലെ ഒരു പരീക്ഷാ സെന്ററിൽ അടുത്തടുത്ത റോൾ നമ്പറുകളിൽ പരീക്ഷ എഴുതിയ 6 പേർക്കും മുഴുവൻ മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ പേപ്പർ നൽകാൻ 45 മിനിറ്റ് വൈകിയെന്നും അതിനുള്ള നോർമലൈസേഷൻ നടത്തിയിട്ടുണ്ട് എന്നുമാണ് NTA വിശദീകരണം. കഴിഞ്ഞ തവണത്തേക്കാൾ എളുപ്പമായിരുന്നു ഇത്തവണത്തെ ചോദ്യപേപ്പർ എന്നും NTA പറയുന്നു. വിശദീകരണങ്ങൾ അങ്ങനെ പലതുണ്ടെങ്കിലും പെട്ടത് കുട്ടികളാണ്. So this committee will look into the issue of this compensatory marks, which has been recommended by the Grievance Redressal Committee. So this committee's mandate is limited to look into the issues of the candidates who have lost the time. तो रफली 1600 बच्चों का एंड 6 सेंटर्स का जो इशू है उसी तक ही लिमिट है. बाकी एग्जाम में कहीं कोई वो नहीं है. एंड the problem is not disproportionate, and what we have seen it out of proportion. So this is limited to the 1600 candidates and 6 centers.
പാലാ ബ്രില്യൻസ് സെന്ററിന്റെ ജനറൽ മാനേജർ ശ്രീ ഇ.പി. ശിവകുമാർ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ശിവകുമാർ, ഇപ്പോൾ NTA പറഞ്ഞിരിക്കുന്ന വിശദീകരണം, ഇപ്പോൾ അജിത് കുമാറൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു തരത്തിലും ഈ നോർമലൈസേഷൻ എന്താണ് അതിന്റെ മാനദണ്ഡം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയല്ലേ? NTA നൽകുന്ന വിശദീകരണം തൃപ്തികരമാണോ? 100% തൃപ്തികരമല്ല. ഏതാണ്ട് 23 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതുകയും ഇതുവരെ ഒരു ചരിത്രത്തിലെ എഞ്ചിനീയറിംഗിന്റെയും മെഡിക്കലിന്റെയും മേഖലയിൽ ഒരു ഗ്രേസ് മാർക്ക് ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിനും ഇല്ലാത്തതാണ്. അപ്പം ഒരിക്കലും ഗ്രേസ് മാർക്ക് കൊടുത്ത ഏത് രീതിയിലാണ്? ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ 715 കിട്ടിയ വ്യക്തി മുഴുവൻ ചോദ്യങ്ങളും ഉത്തരം എഴുതിയിരുന്നു. 180 ചോദ്യങ്ങൾ ഉത്തരം എഴുതിയിരുന്നു. അയാളുടെ ഒരെണ്ണം തെറ്റിപ്പോയതുകൊണ്ടാണ് 715 കിട്ടിയത്. പക്ഷെ അദ്ദേഹത്തിന് ആ തെറ്റിപ്പോയതിനും കൂടെ ഗ്രേസ് മാർക്ക് കൊടുത്തു. അതുകൊണ്ടാണ് 719 കിട്ടിയത്. 716 കിട്ടിയ മാർക്ക് അദ്ദേഹത്തിന് ഗ്രേസ് മാർക്ക് കൊടുത്തപ്പോൾ 720 അപ്പൊ തെറ്റിപ്പോയതിന് പോലും ഗ്രേസ് മാർക്ക് കൊടുക്കുന്ന ഒരു പ്രവണത അതൊരു രീതിയിലും നമുക്ക് ന്യായീകരിക്കാനാവില്ല. അവർ ഫുട്ടേജ് നോക്കി എന്ന് പറയുന്നതാണെങ്കിൽ 599 സെന്ററുകളിലെയും എക്സാമിന്റെ ഫുട്ടേജ് നോക്കിയിട്ട് വേണം എക്സാമിന്റെ ടൈം തീരുമാനിക്കാനായിട്ട്. അതുമല്ല, ഇതിൽ പലതിലും അവസാനത്തെ ചോദ്യങ്ങളിൽ അല്ലായിരിക്കും ഒഴിവ് കിടക്കുന്നത്. കാരണം നമുക്ക് 180 ചോദ്യങ്ങളുള്ളപ്പം പലയിടത്തായിരിക്കുമല്ലോ ഗ്യാപ്പ് കിടക്കുന്നത്, എഴുതാത്ത ചോദ്യങ്ങൾ. അതൊരു പക്ഷെ അറിയാത്തതുകൊണ്ടായിരിക്കാം. അപ്പം ഒരു കുട്ടിക്ക് അറിയാത്ത ചോദ്യത്തിന് പോലും സമയം തികഞ്ഞില്ല എന്ന രീതിയിൽ ഗ്രേസ് മാർക്ക് കൊടുക്കുന്ന ആ രീതിയും അത് ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാനാവുന്നതല്ല. അപ്പം ഈ സമിതിയുടെ റിപ്പോർട്ട് എന്തായിരിക്കും എന്നുള്ളത് നോക്കിയിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഒരു എയിംസ് ഡൽഹിയാണ് ഏതൊരു വിദ്യാർത്ഥിയുടെയും ഏറ്റവും പ്രധാന ലക്ഷ്യം, ഒരു MBBS സ്വപ്നം കാണുന്നത്. ഇപ്പോൾ ഇവിടെ എന്നോട് അല്പം മുമ്പ് സ്പോട്ട് റിപ്പോർട്ടിൽ സംസാരിച്ച ആ പെൺകുട്ടി പറഞ്ഞത്, എനിക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ തന്നു തുടങ്ങിയതിന്റെ സമയം വൈകിട്ടാണ്. കേരളത്തിലെ സെന്റർ ഉൾപ്പെടെ ഈ ഒരു നടപടിക്രമം നമുക്കറിയാം, ഒരുപാട് പരിശോധനകൾ എല്ലാം മൊത്തം പരിശോധിച്ച ശേഷമാണ് അകത്തേക്ക് വിടുക. പിന്നീട് ബയോമെട്രിക് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾക്ക് പൂർത്തിയാകുമ്പോൾ തന്നെ 2 മണി കഴിയും. ആ ഒരു കൂൾ ടൈമും കഴിഞ്ഞു വരുന്ന സമയം കിട്ടുന്നില്ല കേരളത്തിലെ കുട്ടികൾക്ക് പോലും എന്ന് പറയുന്നു. ഇതിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്തും ഇൻവിജിലേറ്റർമാരുടെ ഭാഗത്തും ഒരു വീഴ്ച, അവർക്കൊരു പരിശീലനം കൊടുത്തിട്ടുണ്ടെങ്കിലും അതുകൂടി ഇതിന്റെ ഒരു ഭാഗമായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരു ഭയാനകമായ കാര്യം തന്നെയാണ്. കാരണം 1600 രൂപ 23 ലക്ഷം വിദ്യാർത്ഥികളിൽ നിന്ന് മേടിച്ച് നടത്തുന്ന കോടിക്കണക്കിന് രൂപയുടെ ഒരു പരീക്ഷയാണ്. ആകെ ഇവര് ട്രെയിനിങ്ങിന് കൊടുക്കുന്നത് ആ ഒരു എക്സാം സെന്ററിലെ ചീഫ്, ഒരു പ്രിൻസിപ്പള്, അദ്ദേഹത്തിന് മാത്രമാണ് ഇവര് ഒരു ട്രെയിനിങ് കൊടുക്കുന്നത്. ആ പ്രോപ്പർ ട്രെയിനിങ് കറക്റ്റ് അല്ലാത്തത് കൊണ്ട് കേരളത്തിലെ തന്നെ പല സെന്ററുകളിലും 11:30 റിപ്പോർട്ട് ചെയ്ത് കുട്ടികളെല്ലാം 11:30 വന്നിരുന്നു. പക്ഷെ 1:30 കുട്ടികളെ ലൈൻ നിർത്തുകയും ബയോമെട്രിക് എടുക്കുകയും അകത്തോട്ട് കയറ്റി വിടുകയും ചെയ്തത്. ഒരു വിദ്യാർത്ഥി തന്നെ പറയുകയാണ്, അദ്ദേഹം 1:45 അദ്ദേഹത്തിന് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കിട്ടി, അത് പൊട്ടിച്ച് ആൻസർ എഴുതാൻ തുടങ്ങിയപ്പം അവിടെ നിന്ന് ഇൻവിജിലേറ്റർ വളരെ മോശമായിട്ട് സംസാരിക്കുകയും 2 മണിക്ക് മാത്രം ശേഷമേ ഇത് പൊട്ടിക്കാവുള്ളൂ എന്ന് പറഞ്ഞ് എക്സാം തടഞ്ഞു വെക്കുകയും ചെയ്തു. അപ്പം ആ രീതിയിൽ ഒരു തരത്തിലുള്ള ഒരു ട്രെയിനിങ്ങും പ്രോപ്പറായിട്ട് കൊടുക്കാതെയാണ് ഈ വർഷവും മുൻവർഷങ്ങളിലും അതെ, ഈ വർഷം അത് വീണ്ടും ആവർത്തിക്കുകയും ചെയ്തതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതും ഇതിന് പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. കാരണം പല ചോദ്യങ്ങൾക്കും അവസാനം ഒരു അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. ഈ വർഷം ഇനി എന്ത് ചെയ്യുമെന്നുള്ള കാര്യത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കയുള്ളത്. NTA ഈ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിനനുസരിച്ച് കൊണ്ട് റാങ്ക് ഇപ്പോൾ കേരളത്തിലൊക്കെ തന്നെ സംസ്ഥാന എൻട്രൻസ് കമ്മീഷനൊക്കെ കേന്ദ്രത്തിനോട് കേരളത്തിന് റാങ്കുകൾ തയ്യാറാക്കി നൽകാൻ ആവശ്യപ്പെട്ടതാണ്. ഇവിടെയൊക്കെ പ്രവേശന നടപടികൾ ആരംഭിക്കാൻ സമയമായി. ഈ കേസും എല്ലാം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വർഷത്തെ പ്രവേശന നടപടികൾ എല്ലാ തരത്തിലും അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും നന്ദി ശ്രീ ഇ.പി. ശിവരാജൻ. എന്തായാലും സ്പോട്ട് റിപ്പോർട്ടർ തുടരും. അതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള.